ഹരിത ഭംഗിയാർന്ന പശ്ചിമഘട്ട മലനിരകൾ മലയാള മണ്ണിലൊരുക്കിയ അനശ്വര കാവ്യങ്ങളിലൊന്നാണ് അട്ടപ്പാടി. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടിയോളം ഉയരത്തിൽ ശിരുവാണി, ഭവാനി, വരകാർ നദികൾ വലയം ചെയ്ത് സൈലന്റ് വാലിയുടെ ഓരം ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശം. പർവ്വതനിരകളും പുഴയും പുൽമേടുകളും കൃഷിത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളുമൊക്കെയായി സവിശേഷതകളേറെയുണ്ട് അട്ടപ്പാടിക്ക്. പക്ഷേ നാഗരികതയുടെ ശീലങ്ങളിൽ നിന്ന് ഏറെ അകന്നു കഴിയുന്ന മലമ്പ്രദേശത്തിൻ്റെതായ പരിദേവനങ്ങളും ഈ ഭൂമികക്കുണ്ട്. സമ്പദ് സമൃദ്ധിയിലും വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയിലും ഏറെ പിന്നിലാണ് അട്ടപ്പാടി. സാംസ്കാരിക കൂട്ടായ്മകളുടെയോ മതസംഘടനകളുടെയോ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം ചുരം കയറി അട്ടപ്പാടിയിലെത്താറില്ല. ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കു മധ്യയാണ് അട്ടപ്പാടിയുടെ മുഖച്ഛായ മാറ്റുന്ന വിദ്യാഭ്യാസ പദ്ധതികളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശാനുസരണം സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി രംഗത്തു വരുന്നത്. SICയുടെ നേതൃത്വത്തിൽ മതഭൗതിക വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ ആരോഗ്യ മേഖലകളിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്കായി രൂപം നൽകിയ പ്രസ്ഥാനമാണ് അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അഥവാ ആക്സസ്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ഒരു ക്യാമ്പസ് സ്ഥാപിക്കുകയെന്ന ആക്സസിന്റെ പ്രഥമ ദൗത്യത്തിന് SIC നേതൃത്വം തുടക്കമിട്ട് കഴിഞ്ഞു. മണ്ണാർക്കാട്ടിൽ നിന്ന് 20ഓളം കിലോമീറ്റർ ചുരം കയറി വന്ന് 20 കിലോമീറ്റർ കഴിഞ്ഞാൽ തുടങ്ങുന്ന സ്ഥലമാണ് അട്ടപ്പാടി. അതിൻ്റെ അതിർത്തി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. 45 കിലോമീറ്ററോളം സ്ഥലങ്ങൾക്ക് അട്ടപ്പാടി എന്ന് പറയും. 3 പഞ്ചായത്തുകളിലായും കൊണ്ട് 10 മഹല്ലുകളാണ് നമ്മുടെ അട്ടപ്പാടിയിലുള്ളത്. അതുപോലെ തന്നെ 7ഓളം വരുന്ന നിസ്കാര പള്ളികൾ. ഇവിടെ അട്ടപ്പാടി ഏരിയയിൽ 2 വിദ്യാഭ്യാസങ്ങൾക്കും വളരെ പ്രയാസമാണ്. 8 മണിക്ക് തന്നെ എല്ലാ മദ്രസകളും വിടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഭൗതിക സ്ഥാപനങ്ങൾ 20-30 കിലോമീറ്ററുകൾ താണ്ടി 1000-ഉം 1200-ഉം രൂപയൊക്കെ സ്കൂൾ ബസ്സിന് ഫീസ് കൊടുത്തും അതിൻ്റെ ചാർജുകളൊക്കെ കൊടുത്തൊക്കെ ഒരു അവസ്ഥയാണ് നമ്മുടെ മേഖലയിലുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ 10 മഹല്ലുകളിലായിക്കൊണ്ട് 1500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. 4 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 15 കിലോമീറ്റർ വൈദൂരങ്ങളാണ് ഈ 45 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ